തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മകന്റെ അടിയേറ്റ് ചികിത്സയിലിരുന്ന അച്ഛൻ മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. മകൻ സിജോ ആണ് സുനിൽകുമാറിനെ കമ്പുകൊണ്ട് തലയ്ക്കടിച്ചത്. അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന സിജോയ് വീഡിയോ ഗെയിമിന് അടിമയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ 11-നാണ് സുനിൽകുമാറിന്റെ മകൻ ആക്രമിച്ചത്. കാൽ വഴുതി വീണു എന്നായിരുന്നു സുനിൽകുമാർ ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഓപ്പറേഷന് വിധേയനാകുന്നതിന് തൊട്ടുമുമ്പ് ഭാര്യയോട് മകൻ ആക്രമിച്ച വിവരം പറയുകയായിരുന്നു. ഈ കുട്ടി കോവിഡ് സമയത്ത് മൊബൈൽ ഫോണിനൊക്കെ ഒരുപാട് അഡിക്റ്റ് ആയിരുന്നു. മൊബൈൽ ഫോണിൽ ഈ പബ്ജി പോലുള്ള ഗെയിമുകളൊക്കെ കളിച്ച് അച്ഛനെ അമ്മയൊക്കെ ഉപദ്രവിക്കുക, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സിവിയർ ആയിട്ടുള്ള ഒരു വയലൻസിലോട്ട് പോയിരുന്നു. അങ്ങനെ അവർ ആ വീട് വിട്ട് മാറി കാഞ്ഞിരംകുളത്തുള്ള വീട്ടിലെ വാടകയ്ക്കാണ് ഇപ്പം നാളിതുവരെ താമസിച്ച് വരുന്നത്. ലാസ്റ്റ് അവൻ്റെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായപ്പോൾ വീട് സാധനങ്ങളെല്ലാം നശിപ്പിക്കുക, അത്രത്തോളം ഒരു വയലൻസിലോട്ട് പോയപ്പോൾ അവരെന്നെ സമീപിക്കുകയും ഞാൻ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിൽ CMB ഫയൽ ചെയ്ത് ഈ കുട്ടിയെ പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ച് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിന്റെ ഓർഡർ വാങ്ങുകയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഏകദേശം അവന് 1 മന്തോളം പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവൻ വീണ്ടും മെഡിസിൻ എടുക്കുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്ന് മനസ്സിലാക്കിയത് അവൻ മെഡിസിൻ ഒന്നും കറക്റ്റ് ടൈമിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. എനിവേ ഇപ്പൊ വീണ്ടും ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങളാണ്. ഇപ്പൊ ലാസ്റ്റ് ടൈം അദ്ദേഹം വീട്ടിൽ ഈ മകന് ഫുഡ് കൊണ്ട് പോയ സമയത്ത് പുറകിൽ കൂടെ വന്ന് തലയിൽ അടിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ പുള്ളി ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഇപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് സ്റ്റെയറിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയെന്നാണ്. എന്നാൽ സർജറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം വൈഫിന്റെ അടുത്ത് പറയുകയുണ്ടായി, ഞാൻ സ്റ്റെയറിൽ നിന്ന് വീണതല്ല, മകൻ പുറകിൽ നിന്ന് വന്ന് അടിച്ചതാണെന്നാണ് പറയുന്നത്. എന്തായാലും നെയ്യാറ്റിൻകര പോലീസ് ഇതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷണം നടന്നു വരുന്നുണ്ട്. അരുൺ മോഹൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ സിജോയ് എത്ര വയസ്സുള്ള ആളാണ്? എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? KP 19-കാരനാണ് ഈ സിജോ. ഈ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ പറയുന്ന സുനിൽകുമാർ 60 വയസ്സുണ്ട്. ഇവർക്ക് വൈകി കിട്ടിയ ഒരു പുത്രനായിരുന്നു ഈ പറയുന്ന സിജോ. മുൻപുള്ളത് 2 പെൺമക്കളാണ്. വളരെ ലാളിച്ച് വളർത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഇടയിൽ ഈ കൊറോണ കാലത്ത് മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടുന്ന സമയത്ത്, ഇയാൾ പഠിക്കുന്ന സമയത്ത്, പഠന വിഷയമായി കിട്ടുന്ന സമയത്ത് കൂടുതൽ ഇതിൽ അഡിക്റ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് വീട്ടുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നെങ്കിലും അതിന് മുതിർന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദാരുണമായൊരു വിഷയങ്ങൾക്ക് കാരണമായെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഇവൻ വയലന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മൊബൈൽ കൂടുതൽ ഗെയിമുകളിലേക്ക് ആകർഷണമാകുന്നു. അങ്ങനെ ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം ഏറെ ബുദ്ധിമുട്ടുകളാകുന്നു. ഒപ്പം മാതാപിതാക്കളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി സുനിൽകുമാറും കുടുംബവും ഈ വീട് വിട്ട, ഈ സംഭവം നടക്കുന്ന നെയ്യാറ്റിൻകര വെണ്ടകൽ പട്ടിയക്കാല എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. അവിടെ നിന്ന് വീട് മാറി കാഞ്ഞിരംകുളത്തൊരു വാടക വീടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ മകന്റെ മർദ്ദനം ഭയന്നായിരുന്നു പോയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ അച്ഛൻ സുനിൽകുമാർ എല്ലാ ദിവസവും മകന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും ഭക്ഷണവുമായി എത്തിയ സമയത്തായിരുന്നു ഈ പറയുന്ന പ്രകോപനം ഉണ്ടാകുന്നത്, മർദ്ദിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് തലയ്ക്കടിച്ച് മൃഗീയമായി മർദ്ദിച്ചു. നാട്ടുകാർ അന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എങ്കിലും ആശുപത്രിയിൽ എത്തിച്ചു. നെയ്യാറ്റിൻകര ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചിരുന്നത്. ആശുപത്രിയിൽ എത്തിയെങ്കിലും അവിടെ ഡോക്ടറോട് അന്ന് ഇദ്ദേഹം നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇത് സ്റ്റെയറിൽ നിന്ന് വീണ ഒരു പശ്ചാത്തലമാണ്, അങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന സാഹചര്യത്തിൽ ഭാര്യയോട് ഈ വിഷയം തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മകനാണ് മർദ്ദിച്ചത് എന്ന് പറയുന്നു. തുടർന്ന് ഇദ്ദേഹം സുനിൽകുമാർ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് നെയ്യാറ്റിൻകര പോലീസ് ഈ 19-കാരനായ മകനെ സിജോയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നെയ്യാറ്റിൻകര പോലീസിലുണ്ട്, പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റ് ഉടനെ രേഖപ്പെടുത്തും. സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹ പരിശോധനകൾ നടത്തിയ ശേഷം സുനിൽകുമാറിന്റെ മൃതദേഹം. തീർച്ചയായും. എന്തായാലും അരുൺ, ഇത് ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ. വളരെ അത്ഭുതം തോന്നുന്നു. അതായത് അരുൺ സൂചിപ്പിച്ചതനുസരിച്ച് കാത്തിരുന്ന് ലഭിച്ച ഒരു മകൻ, ആ മകനെ ഏറെ ലാളിച്ചു വളർത്തുന്നു. ആ മകൻ പിന്നീട് മൊബൈൽ ഫോണിന് അടിമയായി പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് മാറി താമസിക്കേണ്ടി വരുന്നു. അച്ഛനെ കൊല്ലുന്ന തരത്തിലേക്ക് ഈ മൊബൈൽ എങ്ങനെ വഴിതെറ്റിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡ് കാലത്തടക്കം ഒരുപാട് കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസമടക്കം സാധിച്ചിരുന്നത് മൊബൈൽ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ മൊബൈൽ ഫോൺ എന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് എല്ലാവർക്കും ഗുണകരമാകുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റെ മോശം ഭാഗമാണ് കുട്ടികൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ അത് എങ്ങനെയാണ് ഒരു കുടുംബത്തെ തകർക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയല്ലേ ഇത്?
തീർച്ചയായും കെ പി, അത് തന്നെയാണ് നമുക്ക് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. ഈ പറയുന്ന ഈ കോവിഡ് സമയത്ത് ഇവർക്ക് കിട്ടിയ മൊബൈൽ, അത് അന്ന് ഈ പറയുന്ന സിജോ വിദ്യാർത്ഥിയായിരുന്നു. സ്വാഭാവികമായും അവന്റെ പഠന ഉപകരണമായിരുന്ന ആ മൊബൈൽ പിന്നീട് പഠന വിഷയത്തിൽ നിന്ന് മാറി അവന്റെ ഗെയിം കളിക്കുന്ന ഒരു പശ്ചാത്തലത്തിരിക്കുന്നു. ഇത് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വീട്ടുകാരും അന്ന് മുതിർന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകി കിട്ടിയ ഓമന പുത്രനായതുകൊണ്ട് കൂടുതൽ ലാളനയും സ്നേഹവും നൽകി. പക്ഷേ കൗൺസിലിംഗ് ഉൾപ്പെടെ വിധേയനാക്കാൻ വേണ്ടി മെമ്പർ ഉൾപ്പെടെ നേരത്തെ സംസാരിച്ച അനിത മെമ്പർ ഉൾപ്പെടെ അവരെ കൗൺസിലിംഗിന് വിധേയനാക്കാൻ പോയെങ്കിലും അന്ന് ഈ പറയുന്ന മെമ്പറെ ഉൾപ്പെടെ പഴിചാരുന്ന ഒരു തരത്തിലേക്ക് മാതാപിതാക്കൾ അന്ന് എത്തിയിരുന്നു. കാരണം മകനോടുള്ള അമിത വാത്സല്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ സ്വാതന്ത്ര്യവും ഈ പറയുന്ന നിയന്ത്രണമില്ലാതെ തന്നെയായിരുന്നു ഈ ഒരു മരണത്തിന് വഴിതെളിച്ചത്. ഇതിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകര വെള്ളറടയിൽ അച്ഛൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിലും അമിതമായ സ്വാതന്ത്ര്യം ആണ് ഇപ്പോൾ അച്ഛന്റെ ജീവനെടുക്കാൻ മകൻ തുനിഞ്ഞത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. യെസ്, സമൂഹം ഒന്നടങ്കം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത കൂടിയാണിത്. മകന്റെ മൊബൈൽ ദുരുപയോഗത്തെ തുടർന്നാണ് അച്ഛന് ജീവൻ നഷ്ടപ്പെടുന്നത്. അച്ഛന്റെ തലയ്ക്കടിച്ച് കൊല്ലുന്നു. അതും 19 വയസ്സുള്ള ഒരു മകൻ. ഏറെ കാത്തിരുന്ന് ലഭിച്ച ഒരു കുട്ടിയായിരുന്നു. ഏറെ ലാളിച്ചു വളർത്തിയ ഒരു മകനാണ് ഇത്തരത്തിൽ അച്ഛനെ കൊലപ്പെടുത്തിയത് എന്നതാണ് ഞെട്ടിക്കുന്നത്.